ഹായ് കുട്ടികളെ, നമുക്ക് പ്രോബബിലിറ്റി എടുക്കാമെന്ന്. പ്രോബബിലിറ്റി നമുക്കറിയാം റാൻഡം എക്സ്പെരിമെൻറ്റ്സ്. കഴിഞ്ഞ വർഷം ശരിക്കും പറഞ്ഞതായിരുന്നു റാൻഡം എക്സ്പെരിമെൻറ്റ് ഓർക്കുന്നുണ്ടല്ലോ. അതായത് നമ്മുടെ റിസൾട്ട് നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് റിസൾട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷെ സാധ്യതകൾ പറയാം. ഇതൊക്കെ ആവാം. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ കോയിൻ ടോസ് ചെയ്യുന്നു. കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡാവാം ടെയിലാവാം. എന്നാൽ ഹെഡാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, ടെയിലാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതിൻ്റെ റിസൾട്ടുകൾ ഏതൊക്കെയാണ് ആകാം എന്ന് പറയാം, പക്ഷെ കൃത്യം അറിയത്തില്ല. അങ്ങനെ വരുന്നതാണ് റാൻഡം എക്സ്പെരിമെൻറ്റ്. അതിന് കിട്ടുന്ന റിസൾട്ടുകളില്ലേ, പണ്ട് കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് ടെയിൽ HT, ആ റിസൾട്ടുകളെ നമ്മൾ ഔട്ട്കംസ് എന്ന് പറയും. ഔട്ട്കംസ്, ഈ ഔട്ട്കംസിൻ്റെ എല്ലാം സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ്, എല്ലാ ഔട്ട്കംസും കൂടെ ഒരു സെറ്റിൻ്റെ അകത്ത് എഴുതിയാൽ അതിന് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയും. സാമ്പിൾ സ്പേസ് S. ഈ സാമ്പിൾ സ്പേസ് എഴുതാനായിട്ട് ചോദിക്കാവുന്നതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ടോസിങ് എ കോയിൻ, ഒരു കോയിൻ ടോസ് ചെയ്യുന്നു. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ സാമ്പിൾ സ്പേസ് സെറ്റിൻ്റെ അകത്ത് ഔട്ട്കംസ് എല്ലാം എഴുതുക. ഹെഡ് കിട്ടാം, H കിട്ടാം, ടെയിൽ കിട്ടാം. H ആവാം, T ആവാം. രണ്ട് കോയിൻ ഒരുമിച്ച് ടോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കോയിൻ തുടർച്ചയായിട്ട് 2 പ്രാവശ്യം ടോസ് ചെയ്യുന്നു. രണ്ടും ഒരേ മീനിങ് ആണ്. ടോസിങ് എ കോയിൻ 2 ടൈംസ് അല്ലെങ്കിൽ ടോസിങ് 2 കോയിൻസ്, രണ്ടും ഒരേ മീനിങ് ആണ്. 2 കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഒരുമിച്ച് 2 വരും, അതാ ഒറ്റ ഔട്ട്കം. ആദ്യത്തേലും ഹെഡ്, രണ്ടാമത്തേലും ഹെഡ്, ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരുമ്പോൾ ഒരു ഔട്ട്കം ആകുന്നത് HH. പിന്നെ വരുന്ന ഹെഡും ടെയിലും കൂടെ വരാം, രണ്ടെണ്ണം ഒരുമിച്ചല്ലേ ചെയ്യുന്നത്. പിന്നെ ടെയിലും ഹെഡും കൂടെ വരാം, പിന്നെ 2 ടെയിൽ വരാം, 4 ഔട്ട്കംസ് വരാം. അപ്പോൾ അടുത്ത 3 കോയിൻ ടോസ് ചെയ്യുവാണെങ്കിൽ 3 കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ 3ലും ഹെഡ് വരാം, 2 ഹെഡും 1 ടെയിലും വരാം. 2 ഹെഡ് ആകുമ്പോൾ HHും അടുത്ത T വരാം. ഇതിനെ പല രീതിയിൽ എഴുതാം. ഈ T മാറ്റി മാറ്റി കൊടുത്താൽ മതി. HTH, അടുത്തത് THH. 2 ഹെഡും 1 ടെയിലുമായി. ഇനി 1 ഹെഡും 2 ടെയിലും വരാം, 1 ഹെഡും 2 ടെയിലും വരാം. അതായത് 1 ഹെഡും 2 ടെയിലും. ഇനി H മാറ്റി മാറ്റി കൊടുത്താൽ മതി. THT, TTH. ഇനി ഹെഡ് ഇല്ലാതെ വരാം, 3 ടെയിൽ വരാം, 3 ടെയിൽ വരാം. ഇനി 4 കോയിൻ ടോസ് ചെയ്യുന്നു. 4 കോയിൻ ടോസ്, ആദ്യത്തേല് 2 ഉള്ളത്, പിന്നെ 4ആയി, 8ആയി. ഇനി 4 കോയിൻ ടോസ് ചെയ്യുമ്പോൾ 16. ഒക്കെ എടുത്ത് തന്നിട്ട് നോക്കിയാൽ മതി. കോയിൻ ടോസ് ചെയ്യുന്നത്. ഇനി ഡൈ, നമ്മുടെ പാമ്പുകോണി കളിക്കുന്ന കട്ടയില്ലേ, ഡൈ ത്രോയിങ് എ ഡൈ. ഒരു ഡൈ എറിയുമ്പോൾ 1 തൊട്ട് 1 ആകാം, 2 ആകാം, 3 ആകാം, 4 ആകാം, 5 ആകാം, 6 ആകാം. 2 ഡൈ ഒരുമിച്ച് എറിയുമ്പോഴത്തേക്കും 2 ഡൈ ഒരുമിച്ച് എഴുതുമ്പോൾ നമ്മൾ H ചെയ്തല്ലോ 1 എന്ന് എഴുതാൻ പറ്റത്തില്ല, കാരണം അങ്ങനെ എഴുതി 11 എന്ന് വായിക്കും. അതുകൊണ്ട് നമ്മളിത് ബ്രാക്കറ്റിൽ പെയർ ആയിട്ട് എഴുതുന്നു, ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 1 1 2 അങ്ങനെ എക്സെട്ര 1 6 വരെ. നിങ്ങൾ എഴുതുമ്പോൾ മുഴുവൻ എഴുതിക്കണം. 1 1 1 2 1 3 1 4 1 5 1 6. ഇനി 2 1 തൊട്ട് 2 1 2 2 2 3 2 4 2 5 2 6 വരെ. 3 1 തൊട്ട് 3 6 വരെ. 4 1 തൊട്ട് 4 6 വരെ. 5 1 തൊട്ട് 5 6 വരെ. 6 1 തൊട്ട് 6 6 വരെ. അങ്ങനെ 36 ഔട്ട്കംസ് ഉണ്ട്. അപ്പോൾ ഈ സാമ്പിൾ സ്പേസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ ശരിക്കും പഠിച്ചോണം, സാമ്പിൾ സ്പേസ്. ഇനി നമുക്ക് പ്രോബബിലിറ്റിയിലേക്ക് പോകാം. പ്രോബബിലിറ്റി, അതിൽ ഇവൻസ് ഉണ്ട്. ഇവൻസ് സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റുകളാണ് ഇവൻസ്. ഇവൻസ് സബ്സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസ്. നമ്മുടെ സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റ് ആണ് ഇവൻസ്. ഇവൻസ് എന്ന സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റ് ആണ്. അതായത് ഇപ്പം ത്രോയിങ് എ ഡൈ, നമ്മുടെ എക്സ്പെരിമെന്റ് ത്രോയിങ് എ ഡൈ, നമ്മൾ സാമ്പിൾ സ്പേസ് എഴുതുവാണെങ്കിൽ നന്നായിരിക്കും. സാമ്പിൾ സ്പേസ് അറിയാം, 1 2 3 4 5 6. നമുക്ക് ഇവൻസ് പറയാം. ഏത് പറഞ്ഞ ഇവൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെറ്റ്, സബ്സെറ്റ് പോലെ തന്നെ ABCD. നമ്മുടെ സെറ്റിൻ്റെ അകത്ത് സാമ്പിൾ സ്പേസ് യൂണിവേഴ്സൽ സെറ്റിന്റെ സ്ഥാനത്ത് വരും, യൂണിവേഴ്സൽ സെറ്റ്. ബാക്കി ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ABC നമ്മുടെ സെറ്റുകളില്ലേ, ആ സ്ഥാനത്ത് വരും. ഏത് പറയുന്നത് ഇവന്റ് എന്ന് പറയുന്നത് ഈവൻ നമ്പർ ടേൺസ് അപ്പ്. ഈവൻ നമ്പർ വരുന്നു. ഈവൻ നമ്പർ വരുമ്പോൾ നമുക്ക് അതിനെ സെറ്റ് ആയിട്ട് ഈവൻ നമ്പർ, സാമ്പിൾ സ്പേസിന്റെ ഈവൻ നമ്പർ ഏതൊക്കെയാണെന്ന് എഴുതിയാൽ മതി. 2 4 6 ഇങ്ങനെ ഇവൻസ് എഴുതാം. അത് വായിച്ച് നോക്കിയിട്ട് അങ്ങ് എഴുതിയാൽ മതി. ഓഡ് നമ്പർ ചോദിക്കുകയാണെങ്കിൽ 1 3 5 അല്ലെ. നമ്പർ ഗ്രേറ്റർ ദാൻ 4 ചോദിച്ചാൽ, നമ്പർ ഗ്രേറ്റർ ദാൻ 4 ആണ് ചോദിച്ചെങ്കിൽ 5 6. നമ്പർ ലെസ് ദാൻ 6 ആണ് ചോദിക്കുന്നതെങ്കിൽ 1 2 3 4 5. നമ്പർ ലെസ് ദാൻ 1 ആണ് ചോദിക്കുന്നതെങ്കിൽ, ഇപ്പം ബി എന്ന് പറഞ്ഞാൽ നമ്പർ ലെസ് ദാൻ 1 ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ 1 ചെറുതൊന്നുമില്ല. അപ്പം നൾ സെറ്റ് 5 വരും.
നൾ സെറ്റ് ഫൈ നമ്മൾ ഇമ്പോസിബിൾ ഇവന്റ് എന്ന് പറയും. സാമ്പിൾ സ്പേസ് എസ് എന്ന് പറഞ്ഞാൽ ഷുവർ ഇവന്റ് ആണ് സാമ്പിൾ സ്പേസ് എസ്. നൾ ഇവന്റ് ഇമ്പോസിബിൾ ഇവന്റ് ഫൈ എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ഇവന്റ്. ഈ ഇവന്റ്സ് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഇവന്റ്സിന്റെ പ്രോബബിലിറ്റി കാണാനായിട്ട് പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻ വളരെ സിമ്പിൾ ആണ്. പ്രോബബിലിറ്റി നമ്മൾ ഇവന്റ്സിനാണ് പറയുന്നത്. ഇവന്റിലാണ് പ്രോബബിലിറ്റി വരുന്നത്. പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ് എ എന്ന് പറയുന്നത് ഇക്വേഷൻ പഠിക്കണം. നമ്പർ ഓഫ് ഔട്ട്കംസ് ഇൻ എ ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് സാമ്പിൾ സ്പേസിന്റെ ഉള്ള ഈ നോക്കാൻ മതി. പി ഓഫ് എ ചോദിച്ചാൽ എൻ ഓഫ് എ ബൈ എൻ ഓഫ് എസ്. പി ഓഫ് ബി ചോദിച്ചാൽ എൻ ഓഫ് ബി ബൈ എൻ ഓഫ് എസ്. പി ഓഫ് ബി ചോദിക്കുകയാണെങ്കിൽ എൻ ഓഫ് ബി ബൈ എൻ ഓഫ് എസ്. അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇനി ഒന്ന് രണ്ട് തിയറംസ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഡീഷൻ തിയറം പി ഓഫ് എ യൂണിയൻ ബി, അത് പ്രൂവ് ചെയ്ത് തന്നിട്ടുണ്ട്. എടുത്ത് നോക്കിക്കോണേ. പി ഓഫ് എ യൂണിയൻ ബിയുടെ ഇക്വേഷൻ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അത് പ്രൂവ് ചെയ്യാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഇത് തിരിച്ചും ചോദിക്കാവേ. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, ഇന്റർസെക്ഷൻ ഇങ്ങോട്ടും യൂണിയൻ അപ്പുറത്തോട്ടും കൊണ്ടുവരുന്നു. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. ഇത് രണ്ടും പഠിക്കണം. പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് പി ഓഫ് എ പ്ലസ് പി. ഇത് അഡീഷൻ തിയറം എന്ന് പറയുന്നത്. അഡീഷൻ തിയറം അതിന്റെ പ്രൂഫ് വളരെ എളുപ്പമാണ്. നിങ്ങൾ സെറ്റിൻ്റെ അകത്ത് പഠിച്ച റിസൾട്ട് ഉപയോഗിച്ച് നമുക്കറിയാം എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി ബൈ എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. സെറ്റിൻ്റെ അകത്ത് നമുക്ക് അറിയാവുന്ന റിസൾട്ട്. എല്ലാത്തിനും എൻ ഓഫ് എസ് വെച്ച് ഡിവൈഡ് ചെയ്യുക. അതായത് നമ്മൾ ആദ്യം പി ഓഫ് എ യൂണിയൻ ബി അല്ലേ കണ്ടുപിടിക്കേണ്ടത്. പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു ഡെഫിനേഷൻ ഓഫ് പ്രോബബിലിറ്റിയുടെ ഡെഫിനേഷൻ. പി ഓഫ് എ വരുമ്പോൾ എൻ ഓഫ് എ ബൈ എൻ ഓഫ് എസ് അല്ലേ. പി ഓഫ് ബി വരുമ്പോൾ എൻ ഓഫ് ബി ബൈ എൻ ഓഫ് എസ്. അപ്പം പി ഓഫ് എ യൂണിയൻ ബി വരുമ്പോൾ എൻ ഓഫ് എ യൂണിയൻ ബി ബൈ എൻ ഓഫ് എസ്. ഇനി എൻ ഓഫ് എ യൂണിയൻ ബി സെറ്റിൻ്റെ അകത്ത് പഠിച്ചാണ് എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ എൻ ഓഫ് എസ്. ഇനി ഇതോരോന്ന് സ്പ്ലിറ്റ് ചെയ്യാമല്ലോ നമുക്ക്. അപ്പം എൻ ഓഫ് എ ബൈ എൻ ഓഫ് എസ് പ്ലസ് എൻ ഓഫ് ബി ബൈ എൻ ഓഫ് എസ് മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ എൻ ഓഫ് എസ്. ഇനി ഇതിന് വാല്യൂ കൊടുത്തത് എൻ ഓഫ് എ ബൈ എൻ ഓഫ് എസ് നമുക്കറിയാം പി ഓഫ് എ പ്ലസ് ഇതെന്ന് പറഞ്ഞാൽ പി ഓഫ് ബി ആണ് മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ എൻ ഓഫ് എസ് എന്ന് പറയുമ്പോൾ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇത്രയേ ഉള്ളൂ പ്രൂഫ്. അപ്പം ചോദിച്ചാൽ ഇത് പ്രൂവ് ചെയ്താണ്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് അഡീഷൻ തിയറം ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ കാണാൻ പഠിക്കണം. പി ഓഫ് എ യൂണിയൻ ബി ഇക്വേഷൻ പഠിച്ചിട്ട് ഇതിങ്ങനെ പ്രൂവ് ചെയ്യണം. ഈ രണ്ട് റിസൾട്ട് ഓർത്തിരിക്കണം. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു റിസൾട്ടാണ് ഇക്വേഷൻസ്. പി ഓഫ് എ യൂണിയൻ ബി ആയി, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആയി. പിന്നെ ഇത് ഓർത്തിരിക്കണം, നൾ സെറ്റ് ഫൈയുടെ പ്രോബബിലിറ്റി 0 ആയി. സാമ്പിൾ സ്പേസ് എസിന്റെ പ്രോബബിലിറ്റി 1 ആണ്. അതായത് പി ഓഫ് ഫൈ എന്ന് വെച്ചാൽ എൻ ഓഫ് ഫൈ ബൈ എൻ ഓഫ് എസ് അല്ലേ. ഫൈയിലെ എലമെന്റ്സിന്റെ എണ്ണം എൻ ഓഫ് ഫൈ 0 ആണ്. 0 ബൈ എന്ത് വന്നാലും അത് 0 ആണ്. പി ഓഫ് എസിന്റെ ഇക്വേഷൻ എൻ ഓഫ് പി ഓഫ് എ ആണ് എൻ ഓഫ് എ ബൈ എൻ ഓഫ് എസ് അല്ലേ. പി ഓഫ് എസ് ആകുമ്പോൾ എൻ ഓഫ് എസ് ബൈ എൻ ഓഫ് എസ് വരും. അത് 1 ആണ്. അത് നിങ്ങൾ പ്രൂഫ് ഒന്ന് ഓർക്കണം, കാണാൻ പഠിച്ചാൽ മതി. നൾ ഇവന്റ് ഇമ്പോസിബിൾ ഇവന്റ് ഫൈയുടെ പ്രോബബിലിറ്റി 0യും സാമ്പിൾ സ്പേസിന്റെ പ്രോബബിലിറ്റി 1ഉം ആണ്. പിന്നെ ഉള്ളത് കോംപ്ലിമെന്റ്. നമുക്കറിയാം കോംപ്ലിമെന്റ് ഒക്കെ സെറ്റ് പഠിച്ചതല്ലേ. എ ഇല്ലാത്ത എല്ലാ കോംപ്ലിമെന്റ് വരും. നേരെ യൂണിയനും ഇന്റർസെക്ഷനും കോംപ്ലിമെന്റും ഒക്കെ നമ്മൾ സെറ്റ് പഠിച്ച അതേ കാര്യങ്ങൾ തന്നെ പ്രോബബിലിറ്റിക്കകത്ത്. യൂണിയൻ എന്ന് പറയുമ്പോൾ എയിലും ബിയിലും വരുന്ന എല്ലാ സെറ്റ് നമ്മൾ ഇപ്രാവശ്യം എടുത്താലും എയിലും വരുന്നത് ഫുള്ള് വരും, ബിയിലും വരുന്നത് ഫുള്ള് വരും യൂണിയൻ. ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എയിലും ബിയിലും രണ്ടിടത്തും വരുന്നത് മാത്രമേ ഇന്റർസെക്ഷന് വരുള്ളൂ. ഇനി എയിൽ ഇല്ലാത്തത് എല്ലാം കൂടിയാണ് കോംപ്ലിമെന്റിൽ വരുന്നത്. അപ്പം അത് നമ്മൾ സെറ്റിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എ ഡാഷിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 മൈനസ് പി ഓഫ് എ ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, പി ഓഫ് എ എന്ന് പറഞ്ഞാൽ 1 മൈനസ് പി ഓഫ് എ ഡാഷ്. അതായത് എയുടെ പ്രോബബിലിറ്റി എ ഡാഷിന്റെ പ്രോബബിലിറ്റിയും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ടോട്ടൽ 1 വരും. എയും എ ഡാഷും കൂടെ കൂടെ വരുമ്പോഴത്തേക്കും സാമ്പിൾ സ്പേസ് ഫുള്ള് വരുമല്ലോ. അപ്പോൾ അത് ഫുള്ള് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 വരും. അപ്പോൾ ഇത്രയും റിസൾട്ടുകൾ പി ഓഫ് എ യൂണിയൻ ബി, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, പി ഓഫ് എ ഡാഷ് 1 മൈനസ് പി ഓഫ് എ, അത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് പഠിച്ചു വെക്കണം. ഈ പ്രോബബിലിറ്റിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി.
P of E 1/4, P of F 1/2, P of E 1/4, P of F 1/2, P of E and F, P of E and F 1/8. Find P of E or F. Find P of E or F. കൂടാതെ P of not E and not F. P of not E and not F. P of not E or not F. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. P of E തന്നിട്ടുണ്ട്, P of F തന്നിട്ടുണ്ട്, P of E and F. ആൻഡ് എന്ന് പറയുമ്പോൾ ഇന്റർസെക്ഷൻ ആണ്. അപ്പോൾ കണ്ടുപിടിക്കുന്ന P of E or F. E or F എന്ന് പറയുമ്പോൾ ഓർ വരുമ്പോൾ യൂണിയൻ. നോട്ട് ഇ ആൻഡ് നോട്ട് എഫും നോട്ട് ഇ ഓർ നോട്ട് എഫും ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഈ ഇതെല്ലാം പോയിന്റ് ആക്കി എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്. P of E എന്ന് പറയുന്നത് 1/2 1/4 അല്ലേ, അത് പോയിന്റ് ആക്കി എഴുതുക, കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്. 0.25 വരും. P of F എന്ന് പറയുന്നത് 1/2 ആണ്. 1/2 എന്നാൽ 0.5. P of E and F എന്ന് വെച്ചാൽ ഈ ഇന്റർസെക്ഷൻ എഫ് ആണ്. ആൻഡ് വരുമ്പോൾ ഇന്റർസെക്ഷൻ ആണ്, ഓർ വരുമ്പോൾ യൂണിയൻ ആണ്, ഓർത്തോണം. E and F എന്ന് പറഞ്ഞാൽ 1/8, 1/8 എന്ന് 0.125 ആണ്. ഇങ്ങനെ പോയിന്റ് ആക്കി എഴുതിയാൽ നിങ്ങൾക്ക് എളുപ്പമുണ്ട്. ഇതാണ് നിങ്ങൾക്ക് തന്നേക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കുന്ന P of E or F അങ്ങനെ ഓരോന്നോരം കണ്ടുപിടിക്കും. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് ചെയ്യാം. ആദ്യം കണ്ടുപിടിക്കേണ്ടത് തന്നേക്കുന്ന എടുത്തെഴുതി. ഇനി നമുക്ക് P of E or F ആകാറുണ്ട്. E or F എന്ന് പറയുമ്പോൾ P of E യൂണിയൻ F. ഓർ വരുമ്പോൾ യൂണിയൻ ആണല്ലോ. യൂണിയൻ്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. നമുക്കറിയാം P of E പ്ലസ് P of F മൈനസ് P of E ഇന്റർസെക്ഷൻ F. വാല്യൂസ് എല്ലാം ഉണ്ട്, കൊടുത്താൽ മതി. P of E എന്ന് പറഞ്ഞാൽ 0.25 പ്ലസ് 0.5 മൈനസ് 0.125. ഇത് രണ്ടും കൂടി അറിയുമ്പോൾ 0.75 വരും. അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ 0.625 വരും കിട്ടും. ഇനി നമുക്ക് വേണ്ട രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ P of നോട്ട് E ആൻഡ് നോട്ട് F ആണ്. നോട്ട് E ആൻഡ് നോട്ട് F. P of നോട്ട് E എന്ന് പറയുമ്പോൾ കോംപ്ലിമെന്റ് ആണ്. നോട്ട് E എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്റ് ആണ് E ഡാഷ്. നമ്മളത് സെറ്റിൻ്റെ അകത്ത് പറഞ്ഞായിരുന്നു. നോട്ട് E എന്ന് വെച്ചാൽ E ഡാഷ് കോംപ്ലിമെന്റ് ആണ്. കോംപ്ലിമെന്റ് E ഡാഷ്. ആൻഡ് വരുമ്പോൾ ഇന്റർസെക്ഷൻ. നോട്ട് F എന്ന് വെച്ചാൽ എഫിന്റെ കോംപ്ലിമെന്റ് ആണ്, F ഡാഷ്. E ഡാഷ് ഇന്റർസെക്ഷൻ F ഡാഷ്. അപ്പം നമുക്കിനി നമ്മൾ സെറ്റിൽ പറഞ്ഞത് ഡിമോർഗൻസ് ലോ ഇവിടെ അപ്ലൈ ചെയ്യുന്നു. ഈ സെപ്പറേറ്റ് കോംപ്ലിമെന്റ് യൂണിയൻ എടുക്കുമ്പോഴത്തേക്കും ഹോൾ കോംപ്ലിമെന്റ് ആക്കാം, ഇന്റർസെക്ഷൻ ആക്കിയാൽ മതി. പ്രോബബിലിറ്റി തീർക്കാതെ ഈ ഇന്റർസെക്ഷൻ അല്ലേ ഇവിടെ യൂണിയൻ എഫ് കോംപ്ലിമെന്റ് ഇങ്ങനെ നമുക്ക് മാറ്റിയിടാം. അതായത് എ യൂണിയൻ ബി ഹോൾ ഡാഷ് എന്ന് പറയുന്നത് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. സെറ്റിൻ്റെ അകത്ത് പഠിച്ച ഡിമോർഗൻസ് ലോ അവിടെ നമ്മൾ പഠിച്ചതാണ്. എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഇക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. അതിപ്പോൾ എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ഫോമിലാണ്. അതിന് നമ്മൾ എ യൂണിയൻ ബി ഹോൾ ഡാഷ് നന്നാക്കി. എ യൂണിയൻ ബി ഹോൾ ഡാഷ്. അപ്പം പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഇ യൂണിയൻ എഫ് ഹോൾ ഡാഷ് നൽകി. ഞാനിത് നിങ്ങൾക്ക് അടുത്ത റിസൾട്ട് ഉപയോഗിക്കാനായിട്ട് എളുപ്പത്തിന് ഈ യൂണിയൻ എഫിനെ ഞാൻ വേറെ ഒരു നമ്പർ പി ഓഫ് ഏതെങ്കിലും പി ഓഫ് ഇവിടെ ഒന്നും എ തന്നിട്ടില്ലല്ലോ, എ എന്നുള്ളത് പി ഓഫ് എ ഡാഷ്. അതായത് എ എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ഒരു എളുപ്പത്തിന് ഈ യൂണിയൻ എഫ്, ഈ യൂണിയൻ എഫിന് പകരം ഞാൻ എ അങ്ങ് കൊടുത്തു. പി ഓഫ് എ ഡാഷ് എന്ന് എഴുതി. മേലോട്ട് എഴുതുവാണേ. ഇതിൻ്റെ ബാക്കി ഇങ്ങോട്ട് മേലോട്ടാണ്. ഈക്വൽ ടു കണ്ടോ, എന്ന് ചെയ്യാൻ എളുപ്പത്തിന് ഈ യൂണിയൻ എഫിന് പകരം എ നമ്മൾ കൊടുത്തു. എ എന്ന് കൊടുത്തപ്പോൾ എ ഹോൾ ഡാഷ് എ ഡാഷ് എഴുതി. പി ഓഫ് എ ഡാഷിന്റെ റിസൾട്ട് നമുക്കറിയാം. ദാറ്റ് ഈസ് ഇക്വൽ ടു 1 മൈനസ് പി ഓഫ് എ. 1 മൈനസ് പി ഓഫ് എ. ഇനി എക്ക് പകരം നമ്മൾ യൂണിയൻ എഫ് കൊടുക്കുക. ദാറ്റ് ഈസ് ഇക്വൽ ടു 1 മൈനസ് പി ഓഫ് ഇ യൂണിയൻ എഫ്. പി ഓഫ് ഇ യൂണിയൻ എഫ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. പി ഓഫ് ഇ യൂണിയൻ എഫ് ഇത് 0.625 അതും കൊടുത്താൽ മതി. 1 മൈനസ് 0.625 ചെയ്യുമ്പോൾ 0.375 വരും. 375 കിട്ടും. അപ്പോൾ നമുക്ക് പി ഓഫ് നോട്ട് ഇ ആൻഡ് നോട്ട് എഫ് എന്നുള്ള 0.375 കിട്ടും. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, നോട്ട് ഇ ഓർ നോട്ട് എഫ് ഉണ്ട്. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. ഇനി പി ഓഫ് നോട്ട് ഇ ഓർ നോട്ട് എഫ്. നോട്ട് ഇ ഓർ വരുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഓർ എന്ന് എഴുതി. ഓർ വരുമ്പോൾ ഇന്റർസെക്ഷൻ മാറി യൂണിയൻ വരും. നോട്ട് ഇ വരുമ്പോൾ ഇ ഡാഷ്,
ഓർ വരുമ്പോൾ യൂണിയൻ, നോട്ട് എഫ് വരുമ്പോൾ എഫ് ഡാഷ്. അപ്പോൾ നമ്മൾ അടുത്ത ഡിമോർഗൻസ് ലോയിലെ രണ്ടാമത്തേത് എടുക്കുന്നു. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് എന്ന് പറഞ്ഞാൽ എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. യൂണിയൻ അല്ലേ ഇവിടെ, അപ്പോൾ ഇവിടെ ഇന്റർസെക്ഷൻ വരും. ഈ ഇന്റർസെക്ഷൻ നമ്മൾ ഇവിടെ എ ഡാഷ് കൊടുക്കുന്നു. എ എന്ന് പറയുന്നത് ഈ എക്ക് വരും വേണം ബിയും കൊടുക്കാം കേട്ടോ. ഈ ഇന്റർസെക്ഷൻ എഫിന് എ എന്ന് കൊടുത്താൽ എ ഡാഷ് വന്നു. അപ്പോൾ നമ്മൾ 1 മൈനസ് പി ഓഫ് എ എഴുതി. ഇവിടെ എ മാറ്റമുണ്ട്, ഈ യൂണിയൻ അല്ല, ഈ ഇന്റർസെക്ഷൻ എഫ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഇന്റർസെക്ഷൻ എഫിന്റെ വാല്യൂ വേണം കൊടുക്കാൻ. ഈ ഇന്റർസെക്ഷൻ എഫിന്റെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 0.125. 0.125 കൊടുക്കുമ്പോൾ 1 മൈനസ് ചെയ്ത് 0.875. ഇങ്ങനെ ചെയ്യണം. അതെങ്ങനെ ചെയ്യണം? ക്ലിയർ ആയല്ലോ? ഓക്കെ. ചോദിക്കാൻ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 53 Sundays in a leap year. 53 Sundays in a leap year. ചോദിക്കാൻ ചിലപ്പോൾ 53 Sundays in a leap year. ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അതിവർഷം. സാധാരണ 365 ദിവസമല്ലേ, 366 ആണ് ലീപ്പ് ഇയറിൽ വരുന്നത്. ലീപ്പ് ഇയറിൽ 366 ദിവസങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് 366 ലീപ്പ് ഇയറിൽ 366 ദിവസങ്ങൾ ടോട്ടൽ ഉണ്ട്. അപ്പം കംപ്ലീറ്റ് വീക്സ് എത്രയുണ്ടെന്ന് നോക്കാം. കംപ്ലീറ്റ് വീക്സ് എത്രയുണ്ടെന്ന് പറയേണ്ട 7 കൊണ്ട് ഹരിച്ചാൽ മതി. 366നെ 7 കൊണ്ട് ഹരിക്കുക. 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 35 5 അപ്പം 35 വരും. 16 വരും. 16 2. അപ്പോൾ 52 കംപ്ലീറ്റ് വീക്കും ഒരു 2 ദിവസം എക്സ്ട്രാ വരും. അപ്പം ഇന്നേ ലീപ്പ് ഇയർ there are 52 complete weeks and 2 days. എന്താണേലും മൺഡേയും സൺഡേ എല്ലാം 52 ദിവസം എന്താണേലും ഉണ്ട്. പിന്നെ ഒരു എക്സ്ട്രാ ഒരു 2 ദിവസം കൂടെ ഉണ്ട്. ഈ എക്സ്ട്രാ 2 ദിവസത്തിൽ സൺഡേ വരാനുള്ള പ്രോബിലിറ്റി നമ്മൾ ശരിക്കും ഈ 52 പിന്നെ നമ്മൾ നോക്കണ്ട. ഈ 2 ദിവസത്തിൽ സൺഡേ വരാനുള്ള പ്രോബിലിറ്റി കണ്ടാൽ മതി. അപ്പോൾ ശരിക്കും ഇവന് ലീപ്പ് ഇയർ അല്ല ചോദിക്കുന്നതെങ്കിൽ, ലീപ്പ് ഇയർ അല്ലാതെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ 366 സ്ഥാനത്ത് 365 ഇട്ട് ചെയ്താൽ മതി. അപ്പോൾ ഒരു ദിവസം റിമൈനിങ് വരുന്നത്. അപ്പോൾ ഒരു ദിവസം സൺഡേ വരാനുള്ള ചാൻസ് നോക്കിയാൽ മതി. ഒരു ദിവസം സൺഡേ വരാനായിട്ട് ഒറ്റ ചാൻസേ ഉള്ളൂ. ഒന്നെങ്കിൽ സൺഡേ അല്ലെ മൺഡേ ട്യൂസ്ഡേ, അങ്ങനെ 1/7 വരുള്ളൂ. ഇവിടെ ഇപ്പോൾ 2 ദിവസം ഉള്ളതുകൊണ്ട് അപ്പോൾ നമുക്ക് 52 കംപ്ലീറ്റ് വീക്സ് ഉണ്ടെന്ന് ഉറപ്പായി. ഇനി 2 ദിവസം എക്സ്ട്രാ ഉണ്ട്. ആ 2 ദിവസം 2 days മേ ബി 2 days പോസിബിലിറ്റീസ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. 2 days മേ ബി 2 days പോസിബിലിറ്റീസ് എല്ലാം എഴുതാൻ പോവാം. ഒരു പോസിബിലിറ്റി സൺഡേ ആൻഡ് മൺഡേ വരാം. സൺഡേ കഴിഞ്ഞാൽ അടുത്ത ദിവസം തൊട്ടടുത്ത ദിവസം മൺഡേ വരണം. പിന്നെ അടുത്ത പോസിബിലിറ്റി മൺഡേ ആൻഡ് ട്യൂസ്ഡേ. പിന്നെ പോസിബിലിറ്റി ട്യൂസ്ഡേ ആൻഡ് വെനസ്ഡേ. അടുത്ത വെനസ്ഡേ ആൻഡ് തേഴ്സ്ഡേ. പിന്നെയുള്ള തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ. പിന്നെയുള്ള ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ. പിന്നെയുള്ള സാറ്റർഡേ ആൻഡ് സൺഡേ. ഇനി വരുമ്പോൾ സൺഡേ ആൻഡ് മൺഡേ, അത് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പോസിബിലിറ്റീസ് ആണ്. ടോട്ടൽ പോസിബിലിറ്റീസ് എന്ന് പറയുന്ന 7 ആണ്. 1 2 3 4 5 6 7 പോസിബിലിറ്റീസ് ഉണ്ട്. ഇത് നോക്കി, ഇതിനകത്ത് സൺഡേ വരുന്നത് എവിടെയൊക്കെയാണ്? ഇവിടെ സൺഡേ വരുന്നുണ്ട്, ഇവിടെ സൺഡേ വരുന്നുണ്ട്. അപ്പോൾ ഫേവറബിൾ കേസസ്, അതായത് നമ്മുടെ ഫേവറബിൾ കേസസ് എന്ന് പറയുന്നത് 2 സൺഡേ വരാവുന്ന കേസസ്. നമ്പർ ഓഫ് കേസസ് ഇൻ വിച്ച് സൺഡേ ഇൻക്ലൂഡ്. നമ്പർ ഓഫ് കേസസ് ഇൻ വിച്ച് സൺഡേ ഇൻക്ലൂഡ്. അതെന്ന് പറഞ്ഞാൽ 2. സൺഡേ ആൻഡ് മൺഡേയിലും വരാം, സാറ്റർഡേ ആൻഡ് സൺഡേയിലും വരാം. 2 കേസ് ഉണ്ട്. Therefore, probability of getting 53 Sundays. 52 എന്താണെങ്കിലും ഉണ്ട്,
ഒരു സൺഡേ കൂടെ വരാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ സൺഡേ വരാവുന്ന 2 കേസ് ഉണ്ട്, ടോട്ടൽ 7 ഉണ്ട്. അപ്പം 2/7 NF/NF അല്ലേ, ടോട്ടൽ 7 കേസസ് ഉണ്ട്. അതിൽ നമുക്ക് വരാവുന്ന 2 കേസസ് ആണ്. അപ്പം പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 53 സൺഡേസ് എന്ന് പറയുന്നത് 2/7 വരും. 2/7 അതായത് 52 സൺഡേസ് എന്താണെങ്കിലും വരും. ഒരു സൺഡേ കൂടെ എക്സ്ട്രാ വരാനുള്ള പോസിബിലിറ്റീസ് നമ്മൾ ഇത് ഫുൾ എഴുതി. അപ്പോൾ 7 പോസിബിലിറ്റി NF എന്ന് പറയുന്നത് അതിവിടെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. NF എന്ന് പറയുന്നതാണ് 7. ഇതെന്ന് പറയുന്നത് NF/A 2 വരും. അപ്പോൾ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ NF/A/NF 2/7. ലീപ് ഇയർ അല്ല എങ്കിൽ ഇവിടെ ഒരെണ്ണേ ഉള്ളൂ. ഒരെണ്ണം വരും പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, അങ്ങനെ 7 പോസിബിലിറ്റീസ് ആണ്. അതിനകത്ത് സൺഡേ വരുന്ന ഒരിടത്തേ ഉള്ളൂ. അപ്പോൾ 1/7 വരും. അപ്പോൾ ലീപ് ഇയർ ആണെങ്കിൽ 2/7ഉം ലീപ് ഇയർ അല്ല എങ്കിൽ 1/7 വരും. അപ്പോൾ അതൊന്ന് ഓർത്തോണം. പിന്നെ ഇതിനകത്ത് നമ്മുടെ കാർഡിന്റെ ക്വസ്റ്റ്യൻസ് അല്ലെ ബോളിന്റെ ക്വസ്റ്റ്യൻസും ഒക്കെ ചോദിക്കാവേ. അമ്പത്തിരണ്ട് കാർഡ് ആകെ ഉണ്ട്. നമ്മൾ കൺസിഡർ ദ എക്സ്പെരിമെന്റ് ഓഫ് ത്രോയിങ് 3 cards അല്ലെ സെലക്ടിങ് 3 cards ഫ്രം 52. ഇനി നമുക്ക് ഓരോ പ്രോബിലിറ്റീസ് കണ്ടുപിടിക്കാം. അതായത് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 3 കിങ്, അല്ലെങ്കിൽ നമുക്ക് ഓരോന്നോരോന്ന് ചെയ്യാം എങ്ങനെ കിട്ടുമെന്നുള്ളത്. 3 കിങ് അല്ലെങ്കിൽ 3 ബ്ലാക്ക് അല്ലെങ്കിൽ 1 ഏസ് കാർഡ്, അങ്ങനെ പല പല ഇതുണ്ടല്ലോ. അപ്പോൾ നമുക്കിവിടെ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ സെലക്ടിങ് 3 cards ഫ്രം 52. 52 കാർഡിൽ നിന്ന് 3 കാർഡ് എടുക്കുന്നു. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് NF ആദ്യം കണ്ടുപിടിക്കണം. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് NF എന്ന് പറയുന്നത് 52 കാർഡിൽ നിന്ന് 3 എണ്ണം എടുക്കുന്നു. 52ൽ നിന്ന് 3 എണ്ണം എടുക്കുന്നു. കോമ്പിനേഷനാണ്. 52ൽ നിന്ന് 3 എണ്ണം എടുക്കുമ്പോൾ 52C3 വേണമെങ്കിൽ 52C3 ഒക്കെ കണ്ടുപിടിക്കാം. 52 ഇൻറ്റു വേണമെങ്കിൽ നിർബന്ധമില്ല 52, 51, 50 പുറകിലോട്ട് 3 എണ്ണം എഴുതി താഴെ 1 തൊട്ട് 3 എണ്ണം. ഇത് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം, നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. ഇനി നമ്മളോട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 3 കിങ്സ്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 3 കിങ്സ് ആണ്. 3 കിങ്സിന്റെ പ്രോബബിലിറ്റി ആണ്. അപ്പൊ നമ്മളിവിടെ ഇവന്റ് ഡിഫൈൻ ചെയ്യണം. A = 3 കിങ്സ്. A = 3 കിങ്സ്. അതിന്റെ പ്രോബബിലിറ്റി നമുക്ക് P(A) കണ്ടുപിടിക്കുന്നത്. A = 3 കിങ്സ്. അപ്പൊ നിങ്ങൾ ആലോചിച്ചത് ആകെ എത്ര കിങ് കാർഡ് ഉണ്ട്? നമ്മുടെ കയ്യിൽ ആകെ എത്ര കിങ് കാർഡ് ഉണ്ട്? നമുക്ക് ആകെ 4 കിങ് കാർഡ്സ് ആണ്. There are 4 king cards. 4 കിങ് കാർഡ്സ് ആണുള്ളത്. അപ്പൊ നമുക്ക് 3 കിങ് കാർഡ് കിട്ടണമെങ്കിൽ ഈ 4 എണ്ണത്തിൽ നിന്ന് 3 എണ്ണം എടുക്കണം. 4 എണ്ണത്തിൽ നിന്ന് 3 എണ്ണം എടുക്കും. അപ്പൊ NF എന്ന് പറയുന്നത് 4 എണ്ണത്തിൽ നിന്ന് 3 എണ്ണം എടുക്കുന്നു. 4C3. 4 എണ്ണത്തിൽ നിന്ന് 3 എണ്ണം എടുക്കുന്നു. 4C3 വേണമെങ്കിൽ അതിന്റെ ആൻസർ കാണാം. ഇതിന്റെ ആൻസർ കാണുന്നുണ്ടെങ്കിൽ ഇതിന്റെ കാണാം. ഇതിന്റെ കാണുന്നില്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ ഇട്ടാൽ മതി. 4C3 ഇട്ടാൽ മതി. അപ്പം P(A) നമുക്ക് എഴുതാം. P(A) എന്ന് പറഞ്ഞാൽ NF/NF. NF എന്ന് പറഞ്ഞാൽ 4C3/NF എന്ന് പറഞ്ഞാൽ 52C3. ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ച് വെക്കുന്നവർ അങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല. 4C3/52C3. ഇതാണ് നമ്മൾ എടുക്കുന്നത് 3 കിങ് കാർഡ് വരാനുള്ള പ്രോബബിലിറ്റി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 are red. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 are red. 2 are red എന്ന് പറയുമ്പോൾ ഓർത്തോടെ എപ്പോഴും നമ്മൾ 3 എടുക്കുന്നത്. 2 എണ്ണം റെഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി മൂന്നാമത്തേത് ബ്ലാക്ക് എടുക്കും. ടോട്ടൽ 3 എടുത്തേ പറ്റുള്ളൂ. 3 കാർഡ് നമ്മൾ എടുക്കണം. അപ്പൊ എടുക്കുന്നതിൽ 2 എണ്ണം റെഡ് എന്നാണ് പറയുന്നത്. 2 എണ്ണം റെഡ് ആകുമ്പോൾ മൂന്നാമത്തേത് ബ്ലാക്ക് ആവണം. 2 are red means 2 are red and 1 is black. ഇതാ 2 are red. അതായത് നമ്മൾ അതിനെ B = അങ്ങനെ തന്നെ എടുക്കണേ. 2 are red and 1 is black. ഇങ്ങനെ തന്നെ എടുക്കണം. അടുത്ത ഇതിന്റെ B. 2 are red എന്നുള്ളത് B ആയിട്ട് എടുക്കണം. 2 are red എന്ന് പറയുമ്പോൾ അതിൽ 1 is black അണ്ടർസ്റ്റുഡ് ആണ്. അപ്പൊ ഇനി നോക്കുക നമ്മുടെ കയ്യിൽ എത്ര റെഡ് ഉണ്ട്, എത്ര ബ്ലാക്ക് ഉണ്ട്. നമ്മുടെ കയ്യിൽ 26 റെഡും 26 ബ്ലാക്കും ഉണ്ട്. 26 റെഡ് ആൻഡ് 26 ബ്ലാക്ക്. 26 റെഡും 26 ബ്ലാക്കും ഉണ്ട്. ഇനി നമ്മൾ NF കാണാൻ പോവാം. NF എന്ന് പറഞ്ഞാൽ 2 റെഡ് കാർഡ് എടുക്കണം.
2 റെഡ് കാർഡ് എടുക്കണമെങ്കിൽ 26 2 എടുക്കണം. 26 റെഡിൽ നിന്ന് 2 റെഡ് എടുക്കണം. അപ്പോൾ 26 C2 ആൻഡ് വരുമ്പോൾ ഇൻറ്റു നമ്മൾ പെർമുട്ടേഷൻ കോമ്പിനേഷൻ പറയുന്നത് സെപ്പറേറ്റ് ഉള്ളത് കണ്ടുപിടിച്ചിട്ട് ഒരുമിച്ചുള്ള കാണാൻ വേണ്ടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ആൻഡ് വരുമ്പോൾ ഇൻറ്റു ആണെന്ന് എഴുതിയാൽ മതി. ഇനി 1 ഈസ് ബ്ലാക്ക്, ഒരു ബ്ലാക്ക് വേണം. ഒരു ബ്ലാക്ക് 26 ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. 26 ബ്ലാക്ക് ഉണ്ട്, അതിൽ നിന്ന് ഒരെണ്ണം എടുക്കണം. അപ്പോൾ 26 C1. ഇപ്പോൾ NP of B നമുക്ക് എഴുതാം. N of B by N of S, അതായത് 26 C2 ഇൻറ്റു 26 C1 by 52 C3 എഴുതുന്നു. ക്ലിയർ ആയല്ലോ? ഇനിയുള്ളത് ഇനി വേറെ വരാം. 1 ഈസ് ആൻ ഏസ് കാർഡ്. അടുത്ത C എന്ന് പറഞ്ഞാൽ 1 ഈസ് ആൻ ഏസ് കാർഡ്. 1 ഈസ് ആൻ ഏസ് കാർഡ് എന്ന് പറയുമ്പോൾ ഒരെണ്ണം ഏസും ബാക്കി 2 എണ്ണം ഏസ് അല്ലാത്ത മറ്റു കാർഡുകളും. ഒരെണ്ണം ഏസും ബാക്കി 2 എണ്ണം മറ്റു കാർഡുകളും. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് ഒരു ഏസ് കാർഡ് കിട്ടണമെങ്കിൽ വി ഹാവ് ടു സെലക്ട് 1 ഏസ് ഫ്രം 4 ഏസ് കാർഡ്സ്. 4 ഏസ് കാർഡിൽ നിന്ന് ഒരെണ്ണം എടുക്കണം. 4 ഏസ് കാർഡല്ലേ നമുക്കുള്ളത്, 4 ആസാ ഉള്ളത്. 4 ഏസ് കാർഡിൽ നിന്ന് നമ്മൾ ഒരെണ്ണം എടുക്കുന്നു. കൂടാതെ ആൻഡ് 2 എണ്ണം കൂടെ എടുക്കാനുണ്ട്. ആകെ 3 കാർഡ് എപ്പോഴും എടുക്കുന്നത്. ഒരു ഏസ് കാർഡേ എപ്പോഴും, ബാക്കി 2 എണ്ണം കൂടെ ഉണ്ട്. അതിന് 2 കാർഡ്സ് ഫ്രം. ഇനി ഏസ് വരരുത്. ഏസ് വരരുത് വെച്ചാൽ 4 ഏസ് ഒഴിവാക്കുക. 52 കാർഡിലേ ആകെയുള്ളത്, അതിൽ ഏസ് വരരുത് എന്ന് വെച്ചാൽ ആ 52 കാർഡിൽ നിന്ന് 4 എണ്ണം ഒഴിവാക്കുക. ബാക്കി 48 കാർഡുകൾ. അപ്പം 2 കാർഡ്സ് ഫ്രം റിമൈനിങ് 48. അപ്പം ഒരു കാർഡ് 4 ഏസ് കാർഡിൽ നിന്നും ബാക്കി 2 കാർഡ് മിച്ചമുള്ള 48 കാർഡിൽ നിന്നും എടുക്കാം. അപ്പം നമുക്ക് NOC എഴുതാം. NOC എന്ന് പറഞ്ഞാൽ 1 കാർഡ് ഫ്രം 4 ഏസ് കാർഡ്. 4 ഏസ് കാർഡിൽ നിന്ന് ഒരെണ്ണം എടുക്കുന്നു. 4C1 ഇൻറ്റു ആൻഡ് വരുമ്പോൾ ഇൻറ്റു 2 ഫ്രം 48. 48 2 48 C2. ഇനി നമ്മൾ POC എഴുതാൻ മതി. NOC by NFS. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങളത് നോക്കി നിങ്ങൾ ശരിക്കും പഠിക്കുക. അപ്പം ഇത് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും ചോദിക്കത്തില്ല. നിങ്ങൾക്ക് വേണേൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങളത് നന്നായിട്ട് പഠിക്കുക. അത്തരം കാര്യങ്ങളാണ് പ്രോബബിലിറ്റിയിലുള്ളത്. അപ്പം നിങ്ങളത് ശരിക്കും പഠിച്ചെടുക്കുക. ഓക്കെ, താങ്ക് യു.